മുഖ്യമന്ത്രി നോ എന്ന് പറഞ്ഞാൽ അൻവർ ഒരു ഇഞ്ച് മുന്നോട്ട് പോകുക. മുഖ്യമന്ത്രി ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ അൻവറിന് പറ്റുമോ? അപ്പോൾ ഇവരെല്ലാം കൂടെ ഒത്തു കളിക്കുന്നതാണല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ? അവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെ ഉയർന്ന ആക്ഷേപം, അന്വേഷണം നടത്തേണ്ടത് അവർ, ആ മറുഭാഗത്ത് നിൽക്കുന്നത് ADGP, അതിനെ ഫൈനൽ തീരുമാനം എടുക്കേണ്ടതും ഗവൺമെൻറ്. അപ്പോൾ ഇത് അതിനകത്ത് കിടന്ന് കൂട്ടിക്കുഴയുകയാണ്. അവിടെയാണ് തീരുമാനമെടുക്കേണ്ടത്. എന്താ തീരുമാനം വൈകുന്നത്? അവർക്കേ അറിയത്തുള്ളൂ. യഥാർത്ഥത്തിൽ അവസാനം എന്നോട് ചോദിച്ച ചോദ്യമാണ് കറക്റ്റ്. ജനങ്ങളെ ഒരു കൺഫ്യൂഷനിലാക്കുക, അല്ലെങ്കിൽ അവരെ മുമ്പിൽ സത്യം തുറന്നു പറയാതിരിക്കുക, അതുപോലുള്ള നടപടികളാണ് നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. പോലീസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി സർക്കാരിന് മുഖ്യമന്ത്രിക്ക് നഷ്ടമായി. ഇപ്പോൾ യഥാർത്ഥത്തിൽ പോലീസുകാർക്ക് ഒരു കാര്യം പിടികിട്ടി. കാരണം യൂസ് ആൻഡ് ത്രോയാം. സന്ദർഭം വരുമ്പോൾ അവരെ അങ്ങ് വിനിയോഗിക്കും, അത് കഴിയുമ്പോൾ അവരങ്ങ് തള്ളും. ഇത് മനസ്സിലാക്കി അവസാനം എന്തായി? പോലീസ് തന്നെ ഇവർ പറഞ്ഞാലും കേൾക്കാത്ത മാതിരി ഉള്ള രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതാണിപ്പോൾ കേരള പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ കേരള പോലീസിന് ഉണ്ടായിരിക്കുകയാണ്. യൂസ് ആൻഡ് ത്രോ സിസ്റ്റം നിൽക്കുന്നു എന്നുള്ളത് അവർക്കറിയാം. അധികാരത്തിൻ്റെ തീപ്പന്തത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർ ഒരു അന്തരീക്ഷം വരുമ്പോൾ അങ്ങനെ കറങ്ങി തെളിഞ്ഞു നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് ചാമ്പലാവും. ആ സിസ്റ്റത്തിലാണ് ഇപ്പോൾ കേരള പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി നോ എന്ന് പറഞ്ഞാൽ അൻവർ ഒരു ഇഞ്ച് മുന്നോട്ട് പോകുക. മുഖ്യമന്ത്രി ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ അൻവറിന് പറ്റുമോ? അപ്പോൾ ഇവരെല്ലാം കൂടെ ഒത്തു കളിക്കുന്നതാണല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാണ് നമുക്ക് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് CBI അന്വേഷണം വേണം. കാരണം ഓൾ ഇന്ത്യ പോലീസ് സർവീസിൽപ്പെട്ട ആളുകളായത്, ഓൾ ഇന്ത്യ സർവീസാണ്, IPS ആണ്. അവരെക്കുറിച്ചുള്ള ആക്ഷേപമാണ് വരുന്നത്. അത് അന്വേഷിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് CBIക്ക് മാത്രമേ പറ്റൂ. കേരള പോലീസ് അന്വേഷിച്ചാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തുള്ള അന്വേഷണ സംഘം വേണം. അതിന് ന്യായീകരണമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇവിടെ IPS അടക്കമുള്ള ഓൾ ഇന്ത്യ സർവീസ്. അവരാണതിൻ്റെ അന്വേഷണം നടത്തേണ്ടത്. ആ അന്വേഷണം നടത്തിയെങ്കിലേ ഇതിൻ്റെ സത്യം പുറത്തു.